നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളം ഞെട്ടുന്ന വലിയ സംഭവവാസങ്ങളും ആരോപണങ്ങളുമാണ്. അപ്പം PV അൻവർ, അതായത് പ്രതിപക്ഷ നേതാവ് പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് PV അൻവർ എയറിലാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ അഭിപ്രായം? ശരിക്കും ഈ PV അൻവറിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തൽ കേട്ടുകഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഭരണ സംവിധാനം, ഇങ്ങനൊരു ഭരണ സംവിധാനം ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. ഇന്ത്യയിൽ LDF ഭരിക്കുന്ന, CPM ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ്, ഇടതുപക്ഷം ഭരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സംഭവം, ഈവൻ എല്ലാവരും ഇപ്പോൾ ഇവിടെ പറയുന്നത് UP അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, ബീഹാർ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ അവിടെ പോലും ഉണ്ടാവാത്ത രീതിയിൽ നാണിപ്പിക്കുന്ന രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണപക്ഷ MLA തന്നെ പറയുകയാണ് മാഫിയ ഭരണം ആണ് ഇവിടെ നടക്കുന്നത്. ഈ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP അദ്ദേഹം ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഭീകരവാദിയേക്കാൾ വലിയ ഭീകരവാദിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കേരളത്തിൽ ഒരു ക്രമസമാധാനം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ പോലീസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് DGP അല്ല, ശരിക്കും അജിത് കുമാറാണ്, MR അജിത് കുമാറാണ്. അതെ. അപ്പോൾ ഈ ഭരണത്തിൽ എല്ലാ കാര്യങ്ങളും അത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഈ അജിത് കുമാറും ചേർന്നൊരു നെക്സസ്, അത് മുഖ്യമന്ത്രി ഇത് അറിഞ്ഞോ അറിയുന്നില്ല എന്നുള്ളതല്ല നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ടിട്ട് അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിലാണ്. ഇന്നലെ ഇപ്പോൾ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഈ അറിഞ്ഞ കാര്യങ്ങൾ അന്വേഷണം നടത്തും, ആരെയും സംരക്ഷിക്കില്ല, ഏത് ഉന്നതനായാലും സംരക്ഷിക്കില്ല, എഴുതി സ്ഥിരമായിട്ട് പറയുന്നതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഇന്നലെ രാവിലെ പോലീസുകാർ കയ്യടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം കേട്ടിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഓരോ കാര്യം പറയുമ്പോഴും അവിടെ ഇരിക്കുന്ന പോലീസുകാരങ്ങ് കൈയടിച്ച് ഭയങ്കര കൈയടിയായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ കൈയടിയോട് ആർക്ക് കേട്ടവർക്ക് പോലും അത്ഭുതപ്പെട്ടു. കാര്യം എന്തിനാണ് ഇവർ ഇത്രയും കൈയടിക്കുന്നത്? കാര്യം ഇത് പാർട്ടി സമ്മേളനമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രി പറയുമ്പോഴാണ് നടപടിയെടുക്കും, മറ്റേത് ചെയ്യും, അത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൈയടിച്ച് പാസ്സാക്കി. പക്ഷേ വൈകുന്നേരമായിട്ടും തീരുമാനമൊന്നും ഉണ്ടാവുന്നില്ല. ഏത് ഉന്നതനായാലും സംരക്ഷിക്കില്ല എന്നൊക്കെ പറയുന്നതിൽ വൈകുന്നേരം വന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ രാത്രി തിരക്കിട്ട ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ADGPയെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടാണ്. ഇതുവരെ മാറ്റിയിട്ടില്ല, സസ്പെൻഷനൊന്നുമില്ല. മറ്റേ സുജിത് ദാസ് എന്ന് പറയുന്ന പത്തനംതിട്ട SP-യെ വേറൊരു സസ്പെൻഡ് ചെയ്യുമെന്ന് കേട്ടിരുന്നു. പക്ഷെ എന്താ ചെയ്തത്? വേറൊരു വിഭാഗത്തിലേക്ക് സ്ഥലം മാറ്റി. ഇതാണ് ആകെ സംഭവിച്ചത്. അപ്പോൾ പി ശശിക്കെതിരെ ഇനിയും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ PV അൻവർ പറയുന്നത്, PV അൻവറിന് മാത്രമല്ല, ഇപ്പൊ PV അൻവറിന് കൂട്ടായിട്ട് മറ്റ് 2 MLA, ഒരു മുൻ MLAയും, കാരാട്ട് റസാഖ് മുൻ MLAയും, സ്വതന്ത്ര KT ജലീലും, ഈ 3 പേരും കൂടാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ PV അൻവറിന്റെ ഈ തുറന്നു പറച്ചിലും, അദ്ദേഹം കുറെ അധികം രേഖകൾ പുറത്തു വിട്ടിട്ടുണ്ട്, ഇതിനെല്ലാം തെളിവായിട്ട് ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും ഇവിടെ നടന്ന സംഭവങ്ങളാണ്. ഈ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞ ഗുരുതരമായ കുറ്റം. ഈ അൻവർ പറഞ്ഞിരിക്കുന്ന ADGP മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ചോർത്തി, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വരെ ചോർത്തി എന്നാ പറയുന്നത്. PV അൻവറും കുറെ പേരുടെ ചോർത്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ അൻവർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും അൻവർ പറയുന്നത് ഞാനും ചോദിച്ചു. അതാണ് കണ്ണി കാണുന്നവർക്ക് ഈ ഇതൊക്കെ എങ്ങനെ അപ്പൊ PV അൻവറിന് ഇതൊക്കെ ചോർത്താനുള്ള സംവിധാനം ഉണ്ടാവുന്നത് നമ്മൾ ഒരു MLA ആർക്കായാലും ഫോൺ ചോർത്താൻ ആർക്കും അവകാശമില്ല. അതിന് പ്രത്യേകം പോലീസിലൊരു വിഭാഗമുണ്ട്. അത് എന്തെങ്കിലും കേസ് സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോഴാണ് ഏതെങ്കിലും പർട്ടിക്കുലർ ഫോൺ ചോർത്തുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ CPM ഭയങ്കര പ്രക്ഷോഭം വരെ നടത്തിയതാണ്. കേന്ദ്രത്തിൽ മോഡി ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അവരാണിപ്പോൾ ഇവിടെ പ്രതികൂട്ടിലായി നിൽക്കുന്നത് ഫോൺ ചോർത്തലിന്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ 3 MLA, ഒരു മുൻ MLAയും ഇയാളും കൂടെ ആയിട്ട് ചേർന്നിട്ട് ഇപ്പൊ PV അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മകനെ പോലാണെന്നാണ് പറയുന്നത്. പുതിയൊരു മകൻ ഉദയം ചെയ്തിരിക്കുകയാണ് പിണറായി വിജയനും. എനിക്ക് പിതൃതുല്യനാണ്. അപ്പോൾ എൻ്റെ പിതാവിനൊരു
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഒരു മകന്റെ ഡ്യൂട്ടിയാണ് അതിൽ ഇടപെടേണ്ടത്. അച്ഛാ മക നാടകം പോലെ. അതെ, എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ അങ്ങനെ പിണറായി വിജയൻ ഒരു പുതിയ മകനായിട്ടാണ് ഇപ്പൊ PV അൻവർ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയന് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഇപ്പൊ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി, അപ്പൊ ഈ 3 പേരും ഒരുമിച്ച് പറയുന്നത് P ശശിയാണ് എല്ലാത്തിനും കാരണക്കാരനെന്നാണ്. പക്ഷെ P ശശിക്കെതിരെ ഇതുവരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല. ഇനി അണിയറയിൽ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ? പക്ഷേ അത്ര എളുപ്പത്തിൽ അങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം P ശശിക്ക് എന്തായാലും പാർട്ടിയിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ സപ്പോർട്ട് കാണുമല്ലോ. അപ്പൊ ആ നിലയ്ക്ക് P ശശി അത്ര എളുപ്പത്തിൽ, അപ്പൊ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയാണ്. അപ്പൊ അടുത്ത ഇനി സംസ്ഥാന സെക്രട്ടറിയേറ്റിലേക്ക്, ഇപ്പൊ ഈ പാർട്ടി സമ്മേളനങ്ങൾക്ക് കഴിഞ്ഞ ഉടനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോലും അദ്ദേഹം കടക്കാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ മത്സരിക്കാൻ കോപ്പ് കൂട്ടുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ അവിടെ AN ഷംസീർ ആണല്ലോ, അദ്ദേഹം 2 തവണയായി. ഇനി അവരുടെ പാർട്ടി നിയമം അനുസരിച്ച് 3ാമതൊരു തവണ കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് അപ്പൊ തലശ്ശേരിയിൽ മത്സരിക്കാനുള്ള ഒരു നീക്കവും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം LDF കൺവീനർ EP ജയരാജനെ മാറ്റിയതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത ആദ്യം തള്ളിക്കളയാൻ പറ്റത്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നിലേക്ക് പോയി. വയനാട് അതിനു മുമ്പേ പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി വയനാട് പിന്തള്ളപ്പെട്ടു. അവിടെ എന്ത് നടക്കുന്നെന്ന് ഇപ്പൊ ആർക്കും അറിയേണ്ട കാര്യമില്ല. ഈ EP ജയരാജന്റെയും സംഭവം വന്നു. EP പിന്നിലായിട്ടാണ് ഇപ്പം PV അൻവറാണ് ഇപ്പൊ. ഇതിന്റെ യഥാർത്ഥ ഇതെന്ന് പറഞ്ഞാല് ഈ PV അൻവറിന്റെ അവതാര രഹസ്യം, ഈ അവതാര പിറവിക്ക് പിന്നിൽ ആരായിരിക്കും? അത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ, ഈവൻ പിണറായി വിജയന്റെ പോലും പിന്തുണ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ PV അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അന്ധമായിട്ട് പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഈ PV അൻവറിനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വിവാദം ഉണ്ടായാലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. ഭൂമി കയ്യേറ്റമായിട്ട് ബന്ധപ്പെട്ടത്, മറ്റേ ഒരു പാർക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. കേസും വഴക്കും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് VD സതീശനെതിരെ ഒരു ഗുരുതരമായ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. സിൽവർ ലൈൻ അട്ടിമറിക്കാൻ വേണ്ടി VD സതീശൻ കർണാടകത്തിൽ നിന്ന് കണ്ട 150 കോടി രൂപയുടെ കൈക്കൂലി ലഭിച്ചു. അത് മീൻ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടുവന്നു, എന്നിട്ട് തിരിച്ച് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ഇത് നിയമസഭയിൽ പിണറായി വിജയനൊക്കെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്തതാണ് അവരുടെ CPM MLA-മാരും. പക്ഷെ അത് 8 നിലയിൽ പൊട്ടി. അത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരോപണം ഉന്നയിച്ച PV അൻവർ അന്ന് പരിഹാസനായി മാറി. കാര്യം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണം എന്നുള്ള നിലയിൽ. അപ്പോൾ അതിനെയും പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരാമർശം നടത്തി. അപ്പൊ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ DNA പരിശോധിക്കണമെന്ന് വളരെ മോശമായ ഒരു പരാമർശം. അപ്പൊ അതിന് പിണറായി വിജയൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധി പറയുമ്പോഴും അതിനനുസരിച്ച് സംസാരിക്കണ്ടേ, അപ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി കിട്ടും. അപ്പോൾ അത്രയ്ക്ക് വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു PV അൻവർ ഇപ്പോൾ എന്തായാലും ഇത് പിണറായി വിജയൻ എതിരായിട്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് വരുമെന്ന് കരുതാൻ നമുക്ക് സാധിക്കുന്നില്ല. പല കാര്യങ്ങളും പറഞ്ഞു കേൾക്കുന്നത്, ഒന്നാമത് ഈ P ശശിയെ അജിത് കുമാറിനെ ഒഴിവാക്കാൻ വേണ്ടി പിണറായി വിജയന്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു പണി ആയിരിക്കണം, അതിന് സാധ്യത പറയുന്നു. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ പിന്നെ അൻവറിനെ ഒതുക്കാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി ഒരു ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചതാണെന്നും പറയുന്നു. MV ഗോവിന്ദനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് കേട്ടിടത്തോളം അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ബുദ്ധിയൊന്നും കേന്ദ്രം ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന്റെ ഓരോ നിലപാടും പരിശോധിച്ചു. ഇന്നലെ അദ്ദേഹം വളരെ ചിരിച്ച് കളിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം അന്വേഷിക്കപ്പെടുമെന്ന് ഒറ്റ വാക്കിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ മുഖ്യമന്ത്രിയെ പോലെ ഒരു സർവശക്തനായ നേതാവിനെ നേരിടാൻ തക്ക പ്രാപ്തിയും ശക്തിയും ഒന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നിൽ വേറെ കണ്ണൂർ ലോബിയിലെ ഏതെങ്കിലും ആൾക്കാരുണ്ട്. ഇപ്പൊ EP ജയരാജനെ മാറ്റി നിർത്തിയിരിക്കുന്ന സ്ഥിതിക്ക് അടുത്ത ഒരു ശക്തി കേന്ദ്രമാവാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നത് MV ഗോവിന്ദന്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ശക്തി കേന്ദ്രമായിട്ട് MV ഗോവിന്ദൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ പിണറായി വിജയൻ തന്നെ ഇടപെട്ടിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് അതിനൊരു തടയിടാനുള്ള ശ്രമവും കൂടി ആവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, അടുത്ത ശക്തി കേന്ദ്രമായിട്ട് പിണറായി വിജയന്റെ മരുമോൻ ആണല്ലോ അടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതെ.
അപ്പോൾ ആ മരുമോന്റെ നീക്കത്തെ വെട്ടാൻ വേണ്ടി കണ്ണൂരിലെ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ നീക്കമാണ് ഇതിന്റെ പിന്നിൽ, അങ്ങനെയായും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിന്റെ പിന്നിൽ എന്തായാലും പിണറായി വിജയൻ അറിയാതെ ഇതൊന്നും ചെയ്യുമെന്ന് കരുതാൻ നമുക്ക് യാതൊരു ന്യായവും കാണുന്നില്ല. പ്രധാനമായും നമ്മൾ വിശ്വസിക്കേണ്ടത് പി ശശിക്കെതിരെ MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയ അവസ്ഥയിൽ നേരിടണമെങ്കിൽ അൻവറിനെ പോലെ ഒരു അവതാരത്തെ മുന്നിൽ നിർത്തി കളി കളിച്ചാൽ. അപ്പോ ഈ പാർട്ടിയിൽ ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്കുണ്ടായ തോൽവിയെ സംബന്ധിച്ച് എല്ലാം ചർച്ചകൾ നടക്കുകയും ഒരു ശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് വരികയും ചെയ്തിരുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പാർട്ടി സമ്മേളനങ്ങളിൽ ഇതെന്തായാലും ഇതെടുത്തിട്ട് അലക്കുമെന്നുള്ളത് അത് മാത്രമല്ല, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ UDF ഭരിക്കുമ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പിസം വെച്ച് പണ്ട് തൊട്ടേ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ LDF ഭരിക്കുമ്പോൾ ഒരു LDFന്റെ MLA, അതും പ്രബലനായ MLA, സാമ്പത്തികപരമായി എല്ലാം ശക്തനായ ഒരു MLA ഈ സർക്കാരിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെ, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ രീതി കണ്ട് ജനം മൂക്കത്ത് വെച്ച് എന്താണെന്നറിയോ, അതാണ് ഇദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണോ എന്ന് പലരും ചിന്തിച്ചു. അല്ല, ഇപ്പൊ പ്രതിപക്ഷത്തിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് PV അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഇവിടെ എല്ലാം ഉണ്ടയില്ല വെടി പോലെ അവസാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് കഴിഞ്ഞ ഓരോ ഇഷ്യൂ എടുത്താലും അവർ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല, അല്ലെങ്കിൽ CPM ഇതൊന്നും അതെല്ലാം ഓവർകം ചെയ്ത് അവർ മൈൻഡ് ചെയ്യാതെ അവർ പറയുന്നതിന് വില കൊടുക്കുന്നില്ല. നിയമസഭയിലായാലും പുറത്തായാലും ഏത് ഇഷ്യൂ വന്നാലും അതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ 2-3 ദിവസം ചർച്ച ചെയ്ത് തള്ളി പോവുക. പക്ഷെ അതിന് വേറെ കാര്യമുണ്ട്. ഈ VS ഉന്നയിച്ച ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം നിയമപരമായ പോരാട്ടം നടത്തി അതിന് സപ്പോർട്ടിങ് തെളിവുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭയങ്കര ശക്തമായ പോരാട്ടമായിരുന്നു. ഇപ്പൊ സതീശനെ സംബന്ധിച്ച് സതീശൻ ചെയ്യുന്നത് മാധ്യമങ്ങളെ കാണുമ്പോൾ ബൈറ്റ് കൊടുക്കുന്നതിനപ്പുറം യാതൊന്നുമില്ല. അല്ല, ഇതിനകത്ത് ഇപ്പൊ നിയമപരമായുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ നിയമം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഇപ്പൊ പോയാൽ തന്നെയും അവിടെ നിന്നും കാര്യമായ ഒരു അനുകൂലമായ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്നാണ് കഴിഞ്ഞ പോലും. നാളെ ഒരു സമയത്ത് ഏതെങ്കിലും ഇലക്ഷൻ വരുന്ന സമയത്തായിരിക്കും ഇതിന്റെയൊക്കെ വീഡിയോ നിരീക്ഷണങ്ങളോ കോടതി പുറപ്പെടുക ചിലപ്പോ വന്നേക്കാം. പക്ഷെ ആരും അങ്ങനെ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കോടതിയിലേക്ക് ചില സ്വകാര്യ വ്യക്തികൾ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഈ ADGPയെ മാറ്റാതെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് പിണറായി വിജയൻ തയ്യാറായെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ അത് കൂടെ മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു നീക്കമെന്നും പറയപ്പെടുന്നത്. ഇതിനിടയ്ക്ക് ഒരു CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ അന്വേഷണം നടക്കും, ആകെ പെടുന്നൊരവസ്ഥ ഉണ്ടാവും. കാരണം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയെല്ലാം കേസുകളാണ്. സ്വർണ്ണക്കടത്തുണ്ട്, കള്ളക്കടത്തുണ്ട്, കൊലപാതകമുണ്ട്, 2 കൊലപാതകങ്ങൾ, അധോലോക ബന്ധങ്ങളുണ്ട്, എല്ലാം ഏത് അന്വേഷിച്ചാൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനയ്ക്കുണ്ട്. ഇപ്പൊ ADGP അജിത് കുമാറിന്റെ തിരുവനന്തപുരത്ത് ഒരു വലിയ കൊട്ടാര സദൃശമായ ഒരു വീട് നിർമ്മിക്കുന്ന കാര്യം ഇപ്പോൾ വളരെ ചർച്ചയായിട്ട് അതും PV അൻവർ തന്നെയാണ് കൊണ്ടുവന്നത്. അതല്ല ഞാൻ ചോദിക്കുന്നത്. നേരത്തെ ഒരു SP ആയിരുന്ന പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസ് ഫോണിൽ കൂടെ അൻവറുമായിട്ട് സംസാരിച്ചു ഗുരുതരമായ സർവീസ് ചട്ടലംഘനം കാണിച്ചു. അതിനിപ്പുറം ഈ ADGPക്ക് അറിയില്ലായിരുന്നു തന്റെ പേരിൽ ഇങ്ങനെ ഒരു വീട് വെച്ചാൽ നാളെ കേസ് വരുമെന്ന്. എല്ലാം അറിയാതിരിക്കണം. കാര്യം അത് മാത്രമല്ല, കേരളത്തിലെ പോലീസിൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർ ഇതെല്ലാം കാണുകയും നോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും വെളിയിൽ വരുന്നില്ലല്ലോ. പക്ഷെ അതെല്ലാം ചെല്ലേണ്ട അടുത്ത് ചെല്ലുമ്പോൾ ചവിട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം സർവശക്തനായിട്ട് അവിടെ P ശശി എന്ന് പറയുന്ന ഒരാളിങ്ങനെ നിൽക്കുകയാണ്. പോലീസിന്റെ മുഴുവൻ കൺട്രോളിലും ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ P ശശി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം പൂഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അതാണ് ഇതിനിടയ്ക്ക് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയനാട് ദുരന്തം ഉണ്ടായി. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം അടുത്ത സമയത്ത് ഇറങ്ങിയ ദുരിതബാധിതർക്ക് വേണ്ടമായ ധനസഹായമോ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായങ്ങൾ ലഭിച്ചില്ലെന്നുള്ള പരാതി വ്യാപകമാണ്. 2, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഒരു നിയമപരമായ ഒരു കോടതിയിൽ പലരും കോടതിയിൽ പോയപ്പോൾ കക്ഷി ചേരാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. ഇപ്പം PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ, കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ്. ഈ ആരോപണം പോലും പ്രതിപക്ഷം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പ്രതിപക്ഷം ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവര് സമരമായിട്ട് രംഗത്തിറങ്ങിയാൽ ഇതൊന്നും നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിലേക്ക് പോകാനുള്ള കെൽപ്പൊന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിനില്ല. പിന്നെ BJPയും ഈ പറയുന്നത് പോലെ
വേണ്ട ശക്തമായ ഒരു പ്രതിഷേധം. വെറും പ്രസ്താവനയിൽ ഒതുക്കുന്ന ഒരു സുരേന്ദ്രന്റെ പ്രസ്താവനയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം, CBI അന്വേഷിക്കണം. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇവര് ഇടപെട്ടിട്ട് കേന്ദ്രത്തിനെ കൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിപ്പിക്കാമല്ലോ. BJPക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് അല്ല കേന്ദ്രം ഭരിക്കുന്നത്, സുരേന്ദ്രന് വേണമെങ്കിൽ CBI അന്വേഷണം ഈ കാര്യത്തിൽ. കാരണം ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. കാരണം ഇവിടുത്തെ ഒരു അന്വേഷണം കൊണ്ടൊന്നും ഇത് എങ്ങും എത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇത് 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതെല്ലാം വിസ്മരിച്ചു പോകും. അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂ വരുമ്പോൾ ഇത് അതിൻ്റെ അടിയിൽ പോയിട്ട് എല്ലാവരും ഇതങ്ങ് മറക്കും. അങ്ങനെയാണ് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കേസ് വന്നു സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് കേസ് എത്രയോ വന്നു. ശിവശങ്കർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസുമായിട്ടും ബന്ധമുണ്ടെന്നാണ് പറയുന്നത് MR അജിത് കുമാറിന്. KC വേണുഗോപാലിന്റെ പേരൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലേ. നേരത്തെ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ പരാതിക്കാരിയെ കേസ് അട്ടിമറിക്കാൻ ADGP മുന്നിൽ നിന്ന് ഇദ്ദേഹത്തിന് BJP ബന്ധമുള്ളതായിട്ട് ആരോപിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ഈ പുതിയ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടാൻ അവിടെ പങ്കെടുത്തവരിൽ സേവാഭാരതിയുടെ ആൾക്കാർ വരെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അൻവർ പറയുന്നത് ഇദ്ദേഹം RSSകാരനാണെന്നും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു ശക്തമായ അന്വേഷണമോ നടപടികളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇതൊരു പുകമറയായി മാറുമെന്ന് അല്ല, ഇതിൽ അത്യാവശ്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഇടപെട്ട് ഇവിടുത്തെ BJP ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഇതിന് ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായിട്ട് അന്വേഷണം നടത്തി അതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അല്ലാതെ ഈ പിണറായി വിജയൻ നടത്തുന്ന ഒരു അന്വേഷണം എങ്ങും എത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ നമുക്കൊന്നേ പറയാനുള്ളൂ, അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണം കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇത് ശക്തമായ നടപടിയിലേക്ക് പോകൂ. ഇതിന്റെ കല്ലും നെല്ലും തിരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം കൊണ്ടേ. കാരണം ഇവിടെ ഇപ്പം P. ശശി നിയന്ത്രിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും വേറെ ഇനി അന്വേഷിക്കാനും വരാൻ പോകുന്നത്. അല്ലെങ്കിൽ P. ശശിയെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനുള്ള ശക്തമായ ഒരു നടപടികൾ ഉണ്ടാവണം. അതൊക്കെ ഇനി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അൻവറിനെതിരെ നടപടിയെടുക്കാൻ പറ്റും, P. ശശിക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും, MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ പറ്റും, ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. നടപടിയെടുക്കാൻ ഇവരെല്ലാം ഈ നടപടി എടുക്കാൻ പറ്റാതിരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ടാവും. ഇവര് വേറെ ഇതുപോലുള്ള അവിഹിത ബന്ധങ്ങൾ പലതും പുറത്തു വന്നിരിക്കും, തെളിവ് സഹിതം പുറത്തു വന്നിരിക്കും. അത് കൂടുതൽ പ്രതിരോധത്തിലാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ പല കമ്മിറ്റി റിപ്പോർട്ടുകൾ ഇവർക്കും പുറത്തു വിടേണ്ടി അതെ അതെ ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഞെട്ടും. അപ്പൊ എന്തായാലും നമുക്ക് പറയാനൊന്നേ ഉള്ളൂ, ഇക്കാര്യത്തിൽ CBI അന്വേഷണം നടക്കുകയാണെങ്കിൽ കേന്ദ്ര ഏജൻസികളാണെങ്കിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് ഇതിന് ഒരു സത്യാവസ്ഥ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക. അടുത്ത വിഷയമായി വീണ്ടും കാണാം.